ഇന്ത്യയുടെ ഏഷ്യ കപ്പ് വിജയം ഒരു ചരിത്ര സംഭവമായി തീർന്നിരിക്കുകയാണ്. ലോക ക്രിക്കറ്റ് തന്നെ അതിശയത്തോടും കോരിത്തരിപ്പോടും കൂടിയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് അടിച്ചതും ആ കപ്പടിച്ചിട്ടും കപ്പ് പോലും മേടിക്കാതെയുള്ള ഇന്ത്യയുടെ ആഘോഷങ്ങളും നോക്കിക്കണ്ടത്. നമ്മുടെ മലയാളിയായ സഞ്ജു സാംസണിൻ്റെ പ്രകടനവും വളരെയേറെ വാഴ്ത്തപ്പെട്ടിരുന്നു. നിർണായക ഘട്ടങ്ങളിലാണ് സഞ്ജു തൻ്റെ ബാറ്റുമായി ക്രീസിലെത്തിയത്. ആ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യക്ക് ഒരു പുനർജീവൻ നൽകാൻ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനായി. ഇപ്പോൾ സഞ്ജുവിനെ ആരാധകരും എന്തിന് തൻ്റെ സഹപ്രവർത്തകർ പോലും വിളിക്കുന്നത് സഞ്ജു മോഹൻലാൽ സാംസൺ എന്നാണ്. ഈ സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഏഷ്യ കപ്പ് വിജയത്തിന് പിന്നാലെ സഞ്ജു മോഹൻലാൽ സാംസൺ എന്ന പേര് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സഞ്ജു സാംസണിനെ എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത്. അതിലേറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്പിന്നിംഗ് മജീഷ്യൻ എന്നറിയപ്പെടുന്ന വരുൺ ചക്രവർത്തിയുടെ വാക്കുകളും തുറന്നു പറച്ചിലുമാണ്. ഏഷ്യ കപ്പ് വിജയത്തിന് പിന്നാലെ ടീമിനുള്ളിലെ സൗഹൃദ തിളക്കങ്ങളിൽ നിൽക്കുമ്പോൾ ടൂർണമെൻറ്റിൽ ഇന്ത്യക്കായി നിർണായക പ്രകടനം നടത്തിയ സുഹൃത്ത് സഞ്ജു സാംസണിനെ താരം വിശേഷിപ്പിച്ചത് സഞ്ജു മോഹൻലാൽ സാംസൺ എന്നാണ്. സഞ്ജു മോഹൻലാൽ സാംസൺ എനിക്ക് ഒരു വലിയ പിന്തുണയും നെടുന്തൂണുമാണ് എന്നാണ് വരുൺ ചക്രവർത്തി വൈകാരികമായി പ്രതികരിച്ചത്. ഇന്ത്യയുടെ നെടുന്തൂണാണ് സഞ്ജു മോഹൻലാൽ സാംസൺ എന്നും അദ്ദേഹം പറയുന്നു. വെറും ഒരു പ്രശംസ എന്നതിലുപരി സഞ്ജു എന്ന താരത്തിൻ്റെ ടീമിലെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് വരുണിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നു. സഞ്ജുവിന് മോഹൻലാൽ എന്ന വിളിപ്പേര് നൽകുന്നതിന് പിന്നിൽ ടൂർണമെൻറ്റിനിടെ അദ്ദേഹം നടത്തിയ ഒരു ശ്രദ്ധേയ പരാമർശത്തിൻ്റെ ഒരു കണികയുണ്ട്. മോഹൻലാൽ എന്ന പരാമർശം ടീമിലെ തൻ്റെ ബാറ്റിംഗ് ഓർഡറുമായി ബന്ധപ്പെട്ടായിരുന്നു സഞ്ജു അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. എനിക്ക് വില്ലൻ റോളും ചെയ്യാം, രാജ്യത്തിന് വേണ്ടി ജോക്കർ റോളും ചെയ്യാം, ഏത് കഥാപാത്രവും ചെയ്യാനാകുന്ന മോഹൻലാലിനെ പോലെയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു സഞ്ജു അന്ന് പറഞ്ഞത്. മുൻപ് ഓപ്പണറായി കളിച്ചുകൊണ്ട് തുടർച്ചയായി 3 സെഞ്ചുറികൾ നേടി തിളങ്ങിയ സഞ്ജുവിനെ ശുഭ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്താനായി മധ്യനിരയിലേക്ക് ടീമിന് മാറ്റേണ്ടി വന്നു. ടീമിൻ്റെ ഈ ആവശ്യത്തെ സഞ്ജു വളരെ സന്തോഷത്തോടെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഈ ഒരു വഴക്കം, ഈ ഒരു ഫ്ലെക്സിബിലിറ്റി സഹതാരങ്ങളെയും കോച്ചിങ് സ്റ്റാഫിനെയും ഒരുപോലെ ആകർഷിച്ചു. ഏത് റോളിലും ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജു തയ്യാറാണെന്ന് ഈ പരാമർശത്തിലൂടെ തെളിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഫ്ലെക്സിബിളായ സഞ്ജു സാംസണെ അഭിനയ കലയുടെ ഫ്ലെക്സിബിലിറ്റിയുടെ തമ്പുരാനായ മോഹൻലാലുമായി ഇപ്പോൾ എല്ലാവരും താരതമ്യം ചെയ്യുന്നത്. ഏഷ്യ കപ്പിലെ ത്രില്ലിംഗ് വിജയത്തിന് ശേഷം വരുൺ ചക്രവർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഹ്രസ്വ വീഡിയോയിലും സഞ്ജുവിനുള്ള